ഹായ്, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹോട്ട് ടോപ്പിക്സിനെ പറ്റിയിട്ട്, അതായത് ഹോട്ട് ടോപ്പിക്സ് മീൻസ് ഇനി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തൊരു ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവരുത്. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ പഠന നിലവാരം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ഈ പറയുന്നത് കൂട്ട് തന്നെ എടുത്ത് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ചില ടോപ്പിക്സിനകത്തെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൂടെ നോക്കിയിട്ട് പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ഡച്ചുകാരെ പറ്റിയിട്ടുള്ള ചോദ്യമായിരുന്നു. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 2 നൽകിയിരിക്കുന്ന ജോഡികൾ നോക്കിയിട്ട് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനായിരുന്നു പറഞ്ഞത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. 3 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ഐതാന ബോൺമതി. അപ്പൊ ഫിഫ വേൾഡ് കപ്പ് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പ് അല്ല, ഫിഫ അവാർഡ് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2026 വെന്യൂ ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ 25 മികച്ച കളിക്കാരിക്കുള്ള വനിതാ അവാർഡ് ആർക്കാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫിഫ കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. 4 ഔറംഗസേബിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പൊ അക്ബർ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്ന എക്സാമിന് അക്ബറിന്റെ ചോദ്യം എല്ലാ പ്രാവശ്യവും ഒന്നും ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൂടെ നോക്കിയിട്ട് പോവുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്തത് മോർലി മിന്റോ ഭരണപരിഷ്കാരാണ്. അപ്പം 1935 വരെയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ലെവൽ നോക്കിയിട്ട് പോവുക. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അടുത്തത് 6ാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി 3 ആണ്. താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകം. ഹരിത വിപ്ലവം ചോദിച്ചു, നീതി ആയോഗ് ചോദിച്ചില്ല. അപ്പൊ നീതി ആയോഗ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഹരിത വിപ്ലവം കൂടെ പഠിക്കുക. ഹരിത വിപ്ലവത്തിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത് 71 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഭൂട്ടാൻ ആണ്. അടുത്തത് എസ്താഡോ ദ ഇന്ത്യ എന്ന് ജനപ്രിയമായി അറിയപ്പെടുന്നത് ആരെയാണ്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 10 നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ബി ആണ്. ടീസ്റ്റ് മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത്. അപ്പം ഹിമാലയൻ റിവേഴ്സ് നോക്കിയിട്ട് പോവുക. അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതി +1 ചാപ്റ്റേഴ്സ് 2 നോക്കിയിട്ട് പോവുക. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ആസാം ഹിമാലയമാണ്. 12 അത് പുസ്തകത്തിൽ കിടപ്പുണ്ട്. 12 2 പ്രസ്താവന. ഒന്ന് എൽനിനോയെ പറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റൊന്നും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രസ്താവനയായിരുന്നു. ഇതിനകത്ത് ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 13 റിമോട്ട് സെൻസിംഗിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്നും മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ അറിയപ്പെടുന്ന പേരാണ്. ഓപ്ഷൻ സി ആണ്. 14 ഇതും +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡയറക്റ്റ് കിടപ്പുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ റിവേഴ്സ് തുടങ്ങുന്നത് തന്നെ ഈ ഒരു പാറ്റേൺ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ഡെൻഡ്രിറ്റിക് ആണ്. 15 കേരളത്തിൽ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്നും തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന പ്രസ്താവനകൾ, ഈ സമവാക്യങ്ങളിൽ തെറ്റ് ഏതാണ്? മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അടുത്ത പഞ്ചവത്സര പദ്ധതിയാണ്. മഹൽനോബിസ് മാതൃക പ്രയോഗിച്ചതോ അതിന്റെ ഊന്നൽ ഏതായിരുന്നു? ലക്ഷ്യവുമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. അടുത്ത 18ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏതൊക്കെ തരം ആദായ നികുതികൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. 19 ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സ്ഥിരം ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 20 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ അവകാശങ്ങളാണ്. സ്ഥിരം ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. 21 അനലറ്റിക്കൽ ചോദ്യമായിരുന്നു. നമുക്ക് ഒരുവിധം വായിച്ചു നോക്കിയാൽ കിട്ടും. നമ്മുടെ തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 22ാമത്തെ ചോദ്യം സാമൂഹ്യ സുരക്ഷയെ സാമൂഹ്യ ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 23 ഫലപ്രദമായിട്ട് ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് ഡീസെൻട്രലൈസേഷൻ പ്രധാനമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹ്യ സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന, എല്ലാവരെയും അതായത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ്. ഓപ്ഷൻ
സി ആണ്. മനുഷ്യ വികസന സൂചികയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. തിരുവിതാംകൂറിലെ പണ്ടാര പാട്ട വിളംബരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ്, ഭൂപരിഷ്കരണം. കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, വിദ്യാഭ്യാസ ഭൂപരിഷ്കരണം. അതൊക്കെ ഈസി ആയിട്ടുള്ള ചോദ്യം. അടുത്തത് ദ റിച്ചാർഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഫ്രാൻസ് ഫാനോൺ എന്നുള്ളതാണ് ആൻസർ. 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി ഇപ്പൊ ആക്ട് ഈസ്റ്റ് പോളിസി ആയിട്ടുണ്ട് 2014 തൊട്ട്. ഇത് ആരാണ് പ്രഖ്യാപിച്ചത്? നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്, 1991. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുത്തൻ സാമ്പത്തിക നയം കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അടുത്തത് ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായിരിക്കുന്നത്? ഓപ്ഷൻ സി, ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാൻ. മുറിച്ചിപ്പത്തനം എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, മുസിരിസ് ആണ്. ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ സി ആണ്, കോമൺവെൽത്ത്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദ്യം. പണ്ടത്തെ പോലത്തെ ചോദ്യം, കർണം മല്ലേശ്വരി. 2026 ഫിഫ ലോകകപ്പ് വേദി എല്ലാവർക്കും സംശയമുണ്ട്. ഈ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം, എല്ലായിടത്തും ഉണ്ട്. അടുത്തത് 35ാമത്തെ ചോദ്യം, ടേബിൾ ടെന്നീസ് 2023 അർജുന അവാർഡ് നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഐഹിക മുഖർജി. അടുത്ത ചോദ്യം 36, ആൻസർ മാത്രം ഞാനങ്ങ് പറയാം, ഒരുപാട് വായിക്കുന്നില്ല. ഓപ്ഷൻ എ ആണ്. 37 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 38ാമത്തത് ഓപ്ഷൻ എ ആണ്. 39ാമത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, 40 ഓപ്ഷൻ ബി ആണ്, അതായത് ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയം. അടുത്ത താഴെ പറഞ്ഞതിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് ഇവിടെ ഒരു ചേരുംപടി ചേർക്കാനാണ്, ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി. 43ാമത്തെ ക്വസ്റ്റ്യൻ, സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ച് പ്രസ്താവനകളുണ്ട്, ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള നെറ്റ്വർക്ക് ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി. അടുത്തത് ഈ ഒരു ഇതിലേക്ക് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് സൃഷ്ടിക്കുന്നത് ഈ പറയുന്നതിൽ ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കുട്ടികളുടെ വളർച്ചക്കുറവ് പരിഹരിക്കാനായി, ഇതും നമുക്ക് പയറുവർഗം മുട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ്, പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ ബി. അടുത്ത, കേരളത്തിലെ നെൽകൃഷി സീസണുകളായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു, ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻ എ, റിസോഴ്സ് മോണിറ്ററിംഗിനുള്ള റിമോട്ട് സെൻസിംഗ് ആണ്. 48ാമത്തെ ചോദ്യം, ഒരു മലയോര മേഖലകളിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം മൈക്രോ ഹൈഡ്രോ സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഗുണം എന്താ? വായു മലിനീകരണം, ഇന്ധന ചെലവ് കുറയ്ക്കുക. അടുത്ത, ഒരു സ്വാഭാവിക വനത്തിന് പകരം ഏകവിള തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു, ഇതിന്റെ ഏറ്റവും സാധ്യതയുള്ള കാരണം എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ജീവിവർഗങ്ങളുടെ വൈവിധ്യം കുറയ്ക്കുന്നതുകൊണ്ട്. അടുത്തത്, മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നാനോ കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ അണുബാധ കുറയ്ക്കുന്നു, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓപ്ഷൻ ബി ആണ്, തന്മാത്രാ സ്കെയിലില് സൂക്ഷ്മാണുക്കളായി ഇടപെടുന്നത്. അടുത്തത് നമുക്ക് കണക്കാണ്, ഞാൻ ആൻസേഴ്സ് അങ്ങ് വായിച്ചു പോകാം. 51 ഓപ്ഷൻ ബി ആണ്. 52 ഓപ്ഷൻ സി ആണ്. 53 ഓപ്ഷൻ എ ആണ് ആൻസർ. 54 ഓപ്ഷൻ സി ആണ്. 55 ഓപ്ഷൻ ഡി. 56 ഓപ്ഷൻ ഡി. 57 ഓപ്ഷൻ എ ആണ്. 58 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ സി. 61 ഓപ്ഷൻ എ ആണ്. 62 ഓപ്ഷൻ എ. 63 ഓപ്ഷൻ സി. 64 ഓപ്ഷൻ എ. 65 ഓപ്ഷൻ എ ആണ്. 66 ഓപ്ഷൻ എ. 67 ഓപ്ഷൻ എ. 68 ഓപ്ഷൻ ബി. 69 ഓപ്ഷൻ സി. 70 ഓപ്ഷൻ ഡി. അടുത്ത ഇംഗ്ലീഷ് ആണ്, ആൻസേഴ്സ് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. 71 ഓപ്ഷൻ ഡി. 72 ഓപ്ഷൻ സി. 73 ഓപ്ഷൻ എ. 74 ഓപ്ഷൻ ബി. 75 ഓപ്ഷൻ ബി. 76 ഓപ്ഷൻ സി. 77 ഓപ്ഷൻ ഡി. 78 ഓപ്ഷൻ സി. 79 ഓപ്ഷൻ എ. 80 ഓപ്ഷൻ ഡി. 81 ഓപ്ഷൻ എ. 82 ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ എ. 84 ഓപ്ഷൻ ബി. 85 ഓപ്ഷൻ സി.
86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ എ, 89 ഓപ്ഷൻ എ, 90 ഓപ്ഷൻ ബി. മലയാളം 91 ഓപ്ഷൻ സി, 92 ഓപ്ഷൻ ഡി, 93 ഓപ്ഷൻ സി, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ എ, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ ബി, 98 ഓപ്ഷൻ ഡി, 99 ഓപ്ഷൻ ഡി, 100 ഓപ്ഷൻ ഡി. അപ്പൊ ഇത്രയാണ് പ്രൊവിഷണൽ ആൻസർ കീ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളെങ്കിലും ഒന്ന് കൂട്ടി നോക്കുക. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിൽ നിന്നും. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കുക. കട്ട് ഓഫിന്റെ കാര്യമൊക്കെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. എന്നാലും ഒരു 40+ ഉള്ളവർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ പ്രതീക്ഷിക്കാം. 40 തൊട്ടുള്ളവർക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 47, 48 ഒക്കെ ആയിരിക്കാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം നെക്സ്റ്റ് സ്റ്റേജും കൂടെ. നെക്സ്റ്റ് ലെവലിൽ പഠിക്കാൻ പോകുന്നവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് മാത്രം നോക്കാതെ ഫാക്ട്സും നോക്കി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.